രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകുകയായിരുന്നു. ഏകദേശം 1.25 മണിക്കൂറോളം നീണ്ട മറുപടി പ്രസംഗം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നുണ്ട്. നന്ദഗോപൻ, വികസനങ്ങൾ, നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് വിമർശിക്കേണ്ടവരെ വിമർശിച്ച് കൃത്യമായി എല്ലാം പറയുകയായിരുന്നു നരേന്ദ്രമോദി. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയ മുന്നേറ്റം നടത്താനായി സത്യസന്ധമായ വികസനം സാധ്യമാക്കി 12 കോടിയിലേറെ പേരെ ജനങ്ങൾക്ക് നൽകിയത് സത്യസന്ധമായ വികസനമാണ്. 12 കോടിയിലേറെ ശൗചാലയങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറയുകയായിരുന്നു പ്രധാനമന്ത്രി. ദരിദ്രർക്ക് 4 കോടി വീടുകൾ നൽകി, ദാരിദ്ര്യമുക്ത രാജ്യമാക്കി മാറ്റി. അങ്ങനെ നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറയുകയായിരുന്നു പ്രധാനമന്ത്രി. ഒപ്പം വിമർശനങ്ങൾ കൃത്യമായി കൊള്ളേണ്ടിടത്ത് കൊള്ളുന്ന വിധത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. നന്ദഗോപൻ, വിവരങ്ങൾ. കൃഷ്ണ, ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗത്തിലുടനീളം ഭാരതത്തിന്റെ നേട്ടങ്ങൾ, ഭാരതം കഴിഞ്ഞ 10 വർഷക്കാലം കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു ലഘുചിത്രം വരച്ചു കാട്ടുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒപ്പം 2014 മുമ്പ് ഭാരതത്തിന്റെ യഥാർത്ഥ അവസ്ഥ, അത് വിവിധ മേഖലകളിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും പ്രധാനമന്ത്രി വിവരിച്ചിരിക്കുകയാണ്. 10 വർഷത്തിനുള്ളിൽ 25 കോടി ജനങ്ങളാണ് ദാരിദ്ര്യ രേഖ മറികടന്നതെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. അതായത് 10 വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇന്നത്തേത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. 4 കോടി വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകി. ഇതിൽ ഭൂരിഭാഗം വീടുകളും നൽകിയത് സ്ത്രീകൾക്കാണ്. മാത്രമല്ല 12 കോടി ശൗചാലയങ്ങളാണ് നിർമ്മിച്ചു നൽകിയത്. ചില ആളുകൾ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും മമത കാട്ടുന്നില്ല എന്നുള്ള വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതേപോലെ തന്നെ 12 കോടി ജനങ്ങൾക്ക് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുവാൻ സാധിച്ചു. വിനോദത്തിനായി പാവപ്പെട്ടവരുടെ വീടുകളിൽ ഫോട്ടോഷൂട്ടിനായി ചിലർ പോകുന്നു എന്നുള്ള വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. മുൻപ് ഒരു പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹം ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടി. അതായത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഒരു പാർട്ടി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്നും 1 രൂപ നൽകുമ്പോൾ അതിൽ 15 പൈസ മാത്രമായിരുന്നു അന്ന് ഗ്രാമങ്ങളിൽ എത്തിയിരുന്നത് എന്നുള്ള വലിയ കുറ്റസമ്മതമാണ് അന്ന് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറി എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. BJP ഭരിക്കുമ്പോൾ 40 കോടി രൂപ നേരിട്ട് സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല 10 കോടി അനർഹരായ ആളുകളിലേക്ക് പല തരത്തിലുള്ള ആനുകൂല്യങ്ങളും ചെന്നെത്തി. ഇത്തരത്തിൽ 3 ലക്ഷം കോടി രൂപയാണ് അനധികൃതമായിട്ടുള്ള കരങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ BJPക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഇന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ അഴിമതികളെ പറ്റിയുള്ള വാർത്തകളായിരുന്നു പത്രങ്ങളിൽ ഇടം പിടിച്ചത്. പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ അത്തരം അഴിമതി കഥകളായിരുന്നു. എന്നാൽ അതെല്ലാം ആ കാലഘട്ടം മാറി എന്നുള്ളതാണ്. ഇന്ന് പല പദ്ധതികൾ വഴിയും ഭാരതത്തിന് നിരവധി കോടികൾ സമ്പാദിക്കാൻ സാധിക്കുന്നു. സർക്കാർ ഓഫീസുകളിലെ സ്ക്രാപ്പുകൾ വിറ്റ വകയിൽ 23,000 കോടി സമ്പാദിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സമ്പാദിച്ച പണം ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അത് BJP കൈവരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല LED ബൾബുകൾ നൽകിയ വഴിയിൽ 20,000 കോടി രൂപയാണ് വൈദ്യുതി ചാർജ് ഇനത്തിൽ മറ്റും ലാഭിച്ചത്. ഇതും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. 2013-14 2 ലക്ഷം രൂപയ്ക്ക് മാത്രമായിരുന്നു നികുതി ഇളവെങ്കിൽ ഇന്നിപ്പോൾ അത് 12 ലക്ഷമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും എല്ലാം ഒരേപോലെ പരിഗണിക്കുന്ന സർക്കാരാണ് BJPയുടേത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ഭാരതം വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഉയരുകയാണ്. ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ മുഴുവൻ ആൾക്കാരുടെയും സഹായം വേണം. രാഷ്ട്രീയപരമായി പല വൈര്യങ്ങളും കാണും, അതേപോലെ തന്നെ രാഷ്ട്രീയപരമായി മറ്റ് പല ലക്ഷ്യങ്ങളും കാണും. എന്നാൽ വികസിത രാജ്യം അല്ലെങ്കിൽ 2047 ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുവാനുള്ള പാതയിൽ ഇതൊന്നും തടസ്സമാകരുത് എന്നുള്ളത് ഓരോ നേതാക്കന്മാരോടും രാഷ്ട്രീയ പാർട്ടികളോടും താൻ അഭ്യർത്ഥിക്കുന്നതായും പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കൃഷ്ണരാജ്. നന്ദഗോപൻ, ഈ എല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയാണ്, പൊതുജനത്തിന് വേണ്ടിയാണ്. അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സർക്കാരാണ് ഞങ്ങളുടേത് എന്നല്ലേ?
കൃഷ്ണ, തീർച്ചയായിട്ടും ഓരോ പദ്ധതികളും അത് സാധാരണക്കാരന്റെയും അതേപോലെ തന്നെ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനായിട്ടാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതായത് നക്സലിസത്തിന്റെ ഭാഷയിൽ ചിലർ സംസാരിക്കുന്നു എന്നുള്ളതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതായത് ഭരണഘടനയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കാൻ BJPക്കായത്. എന്നാൽ ചിലർ നക്സലിസത്തിന്റെ ഭാഷയിലാണ് ചിലർ സംസാരിക്കുന്നതെന്നുള്ള വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല ജമ്മു കാശ്മീരും ലഡാക്കും അടക്കം അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു. ഒരു കാലഘട്ടത്തിൽ ഈ ഭരണഘടനയെ ജമ്മു കാശ്മീരിലും ലഡാക്കിലും വേർതിരിച്ചു കണ്ടു. എന്നാൽ കാശ്മീരിലെ ജനങ്ങൾക്ക് ജനാധിപത്യം എന്താണെന്ന് കാട്ടിക്കൊടുക്കുന്നു, അവർക്ക് വികസനം എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. മാത്രമല്ല മുത്തലാഖ് നിരോധിക്കുവാൻ BJPക്കായി. മുസ്ലിം പെൺകുട്ടികൾക്ക് തുല്യതയുടെ സന്ദേശം നൽകിയത് NDA ആണെന്നും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരിക്കുകയാണ്. അടൽ ബിഹാരി വാജ്പേയിയാണ് വനവാസികൾക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതും BJP സർക്കാരാണ്. മാത്രമല്ല സഹകരണ മന്ത്രാലയം രൂപീകരിച്ച് ഈ മേഖലയെ മുന്നോട്ട് നയിക്കുവാൻ അതും BJP ഗവൺമെന്റാണ് അതിന് മുൻകൈയെടുത്തത്. ഈ ജാതിയെ പറ്റി സംസാരിക്കുന്നത് ചിലർ ഫാഷനാക്കി കൊണ്ടു നടക്കുകയാണെന്നും എന്നാൽ പിന്നോക്കക്കാർക്ക് വേണ്ടി ഇത്തരക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയതും BJP ആണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല ഇതിനെല്ലാം പുറമെ വനവാസി വിഭാഗങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങൾക്ക് സഭയിൽ വനവാസി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. പട്ടികവർഗത്തിൽ നിന്നും ഇന്ന് 3 അംഗങ്ങൾ ലോക്സഭയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. വനവാസി ദളിത് വിഭാഗങ്ങൾ അവർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകി വരുന്നു. പിന്നോക്കക്കാരുടെ ക്ഷേമമാണ് BJP സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഈ MBBSന് നൽകിയ സീറ്റുകൾ. 2014 മുമ്പ് 387 മെഡിക്കൽ കോളേജുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 780 ഉയർന്നിരിക്കുന്നു. മാത്രമല്ല 2014 മുമ്പ് ദളിത് വിഭാഗങ്ങൾക്ക് MBBSന് 7700 സീറ്റുകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് 17,000 വർദ്ധിച്ചിരിക്കുന്നു. 14 മുമ്പ് വനവാസി വിഭാഗങ്ങൾക്ക് 3800 സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇന്നത് 9,000 വർദ്ധിച്ചിരിക്കുന്നു. 2014 മുമ്പ് OBC വിഭാഗങ്ങൾക്ക് 14,000 സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതിന്ന് 32,000 സീറ്റുകളായി വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ പിന്നോക്ക വിഭാഗ ജനങ്ങൾക്ക് വേണ്ടി BJP ചെയ്ത കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ തുറന്നു കാട്ടിയത്. മാത്രമല്ല പ്രീണനം ഒഴിവാക്കിയത് കൊണ്ടാണ് രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നതെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. വിവേചനം പൂർണ്ണമായും ഒഴിവാക്കി. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ചിലർ മുതിർന്ന പൗരന്മാർക്ക് ചികിത്സ പോലും നിഷേധിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു. നമുക്കറിയാം നാളെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പാണ്. ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ ഉന്നം വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ആ പരാമർശം. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളും നടപ്പാക്കാൻ തയ്യാറായപ്പോൾ ഡൽഹിയിൽ അത് നടപ്പാക്കിയില്ല. ചില രാഷ്ട്രീയ പാർട്ടികളുടെ മോശം നയം കാരണം ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കുന്നില്ല. സാധാരണക്കാർക്ക് മുമ്പിൽ ആശുപത്രികളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വിമർശനമുണ്ടായത്. മാത്രമല്ല താൻ മുതിർന്നു എന്ന് കാട്ടാൻ ചിലർ വിദേശ നയങ്ങളെ പറ്റി വാചാലരാകുന്നു എന്നുള്ളത് ഈ രാഹുലിനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ രാഹുലിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കിയുണ്ടായി. കഴിഞ്ഞ ദിവസം രാഹുൽ സഭയിൽ നടത്തിയ ചൈന പ്രശംസ തന്നെയാണ്, അല്ലെങ്കിൽ ചൈന പ്രേമമാണ് പ്രധാനമന്ത്രിയുടെ ആ വിമർശനങ്ങൾക്ക് കാരണമെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇങ്ങനെ പല രീതിയിൽ, അതായത് ഇപ്പോൾ നിലവിൽ BJP സർക്കാരിന്റെ നേട്ടങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾക്കായി, പട്ടികജാതി വിഭാഗങ്ങൾക്കായി, വനവാസി ഗോത്ര വിഭാഗങ്ങൾക്കായി BJP സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് പ്രധാനമന്ത്രി വിവരിച്ചതിനൊപ്പം തന്നെ 2014 മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഏത് രീതിയിലായിരുന്നു പിന്നോക്കക്കാരെയും അതേപോലെ തന്നെ OBCക്കാരെയും വനവാസി വിഭാഗത്തെയും കൈകാര്യം ചെയ്തത് എന്നുള്ളതിന്റെ ഒരു നേർചിത്രം കൂടിയാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ പ്രധാനമന്ത്രി നൽകിയത്. കൃഷ്ണരാജ്. കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. നന്ദഗോപനും എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന ഒറ്റ വരിയിൽ തന്നെ എല്ലാമുണ്ട്. രാഷ്ട്രീയ നേട്ടമല്ല ലക്ഷ്യം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ്.